കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം നീ. തനിക്ക് സംഭവിച്ച ഒറ്റപ്പെടുത്തലുകളിലും ദുരിതങ്ങളിലും വേദനകളിലുമെല്ലാം അവൾ മറുചോദ്യം ഉന്നയിക്കാതെ സ്വീകരിച്ചു. റോസാച്ചെടിയുടെ ചുവട്ടിലിരുന്ന വട്ടയിലെയും വെട്ടിലെയും അരിഞ്ഞ് ചെടിക്ക് വളമായി തീരുമ്പോൾ റോസാച്ചെടിയിൽ മനോഹരമായ പൂക്കൾ വീഴുന്നു. ഇതിന്റെ മനോഹാരിത ആസ്വദിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ അവരാരും ചെടിക്ക് വളമായി തീരുന്ന ഇലകളുടെ കാര്യം ഓർക്കാറില്ല. തനിക്കും അപ്പോഴായാൽ മതി എന്ന് അവൾ പറഞ്ഞിരുന്നു. പ്രതിസന്ധികളിൽ അവൾ അഭയം തേടിയത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന അവൾക്ക് നൽകിയ ധൈര്യം അവളെ എല്ലാം സഹിക്കാൻ പ്രാപ്തയാക്കി. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കന്യാമറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം എന്റെ തിരുക്കുമാരനെ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. നല്ല മണമുള്ള ഭംഗിയുള്ള പലതരത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വലിയ പൂന്തോട്ടം. നമ്മുടെ ഹൃദയം പൂന്തോട്ടം പോലെ. അതിന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, ബഹുമാനിക്കണം. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം. സകലബലിയായി മാറുവാൻ ഏത് സന്യാസിനിക്കും കഴിയണം. നിനക്കതിന് കഴിയുമോ കുഞ്ഞെ? ഞാൻ ഒരുങ്ങുകയാണ്. ആ ദിവ്യ സ്നേഹത്തിൽ എനിക്ക് ലയിച്ചു ചേരണം. കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി സഹിച്ചത് അതിൽ കാലിലെ ഒരു വിരൽ പൊള്ളിക്കുവാൻ സഹനത്തിന്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി. കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമൊട്ടേ, ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം.
കുടമാളൂരിൽ തളിർത്ത വല്ലരിയേ, മുത്തുച്ചിറയിൽ വളർന്ന പൂമുട്ടേ. നിന്റെ പേരമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്നോ? എന്റെ ജീവന്റെ ജീവനാ. ഇക്കാര്യം പേരമ്മയോട് നീ പറയണം. എന്ത്? അയാളെ ഇഷ്ടമാ, കല്യാണം നടത്തി തരാൻ പറയണം. ലക്ഷ്മിക്കുട്ടി എന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. എന്നെ കുട്ടി പറയുമ്പോൾ ഇവൾക്ക് 100 നാവാണ്. ഇതെന്റെ ഭർത്താവ് രാമണ്ണി കഴിഞ്ഞു. സുഖമാണോ മോൾക്ക്? പരിശുദ്ധമറിയമേ, എന്റെ അമ്മ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരൻ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. ഒരു തിരിവെട്ടമാണ്, കരുണയോട് ഞാൻ പുഞ്ചിരിക്കും. എന്റെ ഈശോ, അങ്ങേ തിരുരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഈ ആത്മാവിനെ അങ്ങയുടെ പക്കലേൽപ്പിക്കുന്നു. ഈശോനാഥ, ഈ ആത്മാവിനെ സ്വീകരിക്കണമേ. മറിയമ്മേ, എൻ്റെ അമ്മ, ഈ നിമിഷത്തിൽ സഹായമായിരിക്കണമേ. എനിക്കുള്ളത് ഒരു സ്നേഹപ്രകൃതമാണ്. എന്റെ ഹൃദയം മുഴുവനും സ്നേഹമാണെന്ന് തോന്നുന്നു. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെയും വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. എന്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ.